ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ പ്രിൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നമ്മുടെ ലൂഫിക്ക് ഇപ്പോൾ തൻ്റെ പവർ ലെവലിൽ വെച്ച് ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ നമ്മുടെ ലൂഫിക്ക് എനിക്ക് കിട്ടാൻ പോകുന്ന പവർ അപ്പോ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് വെക്കുക. എന്നാലും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തിക്കുള്ളൂ. അപ്പോൾ ഞാനധികം പറഞ്ഞു വെറുപ്പിക്കുന്നില്ല, നമുക്ക് നേരിട്ടങ്ങ് വീഡിയോയിലേക്ക് പോയേക്കാം. നമുക്കറിയാം നമ്മുടെ ലൂഫിയുടെ ഗിയർ 5 വളരെ സ്ട്രോങ് ആണ്. 5 വെൽഡേഴ്സിനെതിരെയും കൈഡോനെതിരെയൊക്കെ അതെങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ വൺ പീസിൽ ഇൻട്രൊഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുന്ന ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൂഫിയുടെ പവർ ഒന്നുമല്ല. നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 5 വെൽഡേഴ്സിനെതിരെ നമ്മുടെ ലൂഫി ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അതൊന്നും അവർക്ക് കൃത്യമായിട്ട് ഏശുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ നമ്മുടെ ലൂഫിക്ക് കൗണ്ടർ ചെയ്യണമെങ്കിൽ നല്ല രീതിക്കുള്ള പവർ അപ്പ് തന്നെ കിട്ടണം. അത് ഒരു പക്ഷേ പുതിയ ഗിയർ ആയിരിക്കാം. ഞാൻ തന്നെ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ട് നമ്മുടെ ലൂഫിക്ക് പുതുതായിട്ട് ഗിയറൊന്നും വരാൻ പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞ് ഇപ്പം പക്ഷേ നമ്മുടെ സ്റ്റോറി പോകുന്ന രീതി വെച്ച് നോക്കുമ്പോൾ ലൂഫിക്ക് ഇനിയും ഗിയേഴ്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ ലൂഫിക്ക് ഇപ്പോൾ ഡിഫീറ്റ് ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഈ ലിസ്റ്റിൽ ഒന്നാമത് വരുന്നത് മറ്റാരുമല്ല, നമ്മുടെ ഇമോസമയാണ്. നമുക്കറിയാം ഇമോസമയുടെ പവർ വളരെ ബ്രോക്കണാണ്. നമ്മുടെ വൺ പീസിൽ സ്ട്രോങ്സ്റ്റ് ആയിട്ടുള്ള 6 ആൾക്കാർ ഒരുമിച്ച് അറ്റാക്ക് ചെയ്തിട്ട് പോലും നമ്മുടെ ഇമോസമക്ക് ഒന്നും തന്നെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലൂഫി അവരുടെയൊക്കെ മുന്നിൽ ഒന്നുമല്ല. അവരുടെ കയ്യിൽ നിന്നൊരു കമ്പൈൻഡ് അറ്റാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൂഫിയുടെ കഥ അവിടെ വെച്ച് തന്നെ കഴിഞ്ഞേനെ. അപ്പോൾ ആ ഒരു അറ്റാക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഇമോസമനെ നമ്മുടെ ലൂഫിക്ക് തീർച്ചയായിട്ടും ഡിഫീറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇമോസമ ഈ ലിസ്റ്റിൽ 1ാം സ്ഥാനത്ത് തന്നെ വരും. പിന്നെ ഈ ലിസ്റ്റിലുള്ളത് നമ്മുടെ ലോക്കിയാണ്. നമുക്കറിയാം, നമ്മൾ ആദ്യമൊക്കെ വിചാരിച്ചത് നമ്മുടെ ലോക്കി ഒരു യോങ്കോ കമാൻഡർ ലെവലൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇപ്പം നമ്മുടെ ബാക്ക് സ്റ്റോറി എല്ലാം കഴിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലോക്കിയുടെ പവർ നമ്മൾ വിചാരിച്ചതിൽ എത്രയോ അധികമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇമുവായിട്ട് പൊസസ്ഡ് ആയിട്ടുള്ള റോക്സിനെ ഡിഫീറ്റ് ചെയ്യാൻ നമ്മുടെ ഗാർപ്പിനും അതുപോലെ തന്നെ നമ്മുടെ റോജറിനും കമ്പൈൻഡ് അറ്റാക്ക് യൂസ് ചെയ്യേണ്ടി വന്നിരുന്നു. അവരുടെ മുഴുവൻ ഹാക്കി യൂസ് ചെയ്തിട്ട്. അതേസമയം നമ്മുടെ ലോക്കി ആയിക്കോട്ടെ തൻ്റെ ഡെവിൽ ഫ്രൂട്ട് പവർ പോലും യൂസ് ചെയ്യാതെ നമ്മുടെ റാഗ്നിയർ വെച്ച് കിങ് ഹെറാൾഡിനെ എങ്ങനെയാണ് ഡിഫീറ്റ് ചെയ്തതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഹെറാൾഡിനെ ഒറ്റ അടിക്ക് തന്നെ നമ്മളെ ലോക്കി ഡിഫീറ്റ് ചെയ്ത്. അതുകൊണ്ട് തന്നെ നമ്മളെ ലോക്കി ഈ ലിസ്റ്റിൽ 2nd പ്ലേസ് തീർച്ചയായിട്ടും അറിയിക്കുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. എനിക്ക് തോന്നുന്നത് ഇപ്പം നമ്മുടെ വൺ പീസിലുള്ളതിൽ 2nd സ്ട്രോങ്ങസ്റ്റ് ക്യാരക്ടർ നമ്മുടെ ലോക്കി ആയിരിക്കും എന്നാണ്. പിന്നെ ഈ ലിസ്റ്റിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്, അവരൊക്കെ എടുത്ത് പറയാൻ പറ്റില്ല. ഒന്ന് നമ്മുടെ ഷാങ്ക്സ്. നമുക്കറിയാം നമ്മുടെ ഷാങ്ക്സിൻ്റെ ഹാക്കി നമ്മളെ എഗഡ് വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോയ് ബോയുടെ ഹാക്കി ബ്ലാസ്റ്റ് നടന്ന സമയത്ത് നമ്മുടെ ബ്രോഗിയും പറയുന്നുണ്ട് നമ്മുടെ ഷാങ്ക്സിൻ്റെ ഹാക്കി ഇതേ ലെവലിൽ തന്നെയാണ് ഉള്ളതെന്ന്. അപ്പോൾ അതിലൂടെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, നമ്മുടെ ഷാങ്ക്സിൻ്റെ ഹാക്കി ഒരു പക്ഷേ ചിലപ്പോൾ നമ്മുടെ ജോയ് ബോയുടെ അതേ ലെവലിൽ തന്നെ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഷാങ്ക്സും നമ്മുടെ ലൂഫിനെ കട്ടം പവർഫുൾ തന്നെയാണ്. പിന്നെ ഇവിടെ ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് നമ്മുടെ 5 വെൽഡേഴ്സ് അതുപോലെ തന്നെ ബ്ലാക്ക് ബീഡ് അങ്ങനെ ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഈ ലിസ്റ്റിൽ നമ്മുടെ ഡ്രാഗനും ഉണ്ടാവും. പക്ഷേ ഡ്രാഗനെ കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കുന്നില്ല. പിന്നെ ബ്ലാക്ക് ബീഡിൻ്റെ ഒരു കാര്യം ഇപ്പോൾ അടുത്ത് റിവീൽ ചെയ്തിരുന്നു, നമ്മുടെ ഷാങ്സിൻ്റെ മുഖത്ത് സ്കാർ കൊടുത്തത് നമ്മുടെ ബ്ലാക്ക് ബീഡാണെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബ്ലാക്ക് ബീഡിൽ നമ്മൾ ഇതുവരെ കാണാത്ത എന്തോ ഒരു കാര്യം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അതിലൂടെ തന്നെ നമുക്കൊരു കാര്യം ചിലപ്പോൾ ഉറപ്പിക്കാൻ പറ്റും, നമ്മൾ വിചാരിക്കുന്നതിലും പവർഫുൾ തന്നെയായിരിക്കും നമ്മുടെ ബ്ലാക്ക് ബീഡ്. ഒരു പക്ഷേ ഇപ്പം നമ്മുടെ ബ്ലാക്ക് ബീഡ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ലൂഫിനെക്കാളും പവർഫുൾ ആയിരിക്കും. നമ്മുടെ ഷാങ്സിൻ്റെ മുഖത്ത് സ്കാർ കൊടുത്ത ബ്ലാക്ക് ബീഡൊന്നും അല്ല എന്തായാലും നമ്മുടെ ലോൻ്റെ കൂടെ ഫൈറ്റ് ചെയ്തത്. അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാണെങ്കിൽ നമ്മുടെ ബ്ലാക്ക് ബീഡിൻ്റെ മിസ്റ്ററീസ് ഒക്കെ സോൾവ് ചെയ്താലേ പറ്റൂ. അതിനുവേണ്ടി നമുക്കിനി അധികം കാത്തിരിക്കൊന്നും വേണ്ടി വരും എനിക്ക് തോന്നില്ല, അത് ഉടൻ തന്നെ ഉണ്ടാവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ലിസ്റ്റിൽ നമ്മുടെ ബ്ലാക്ക് ബീഡും വരുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലൂഫിയുടെ പവർ അപ്പിനെ കുറിച്ച് സംസാരിക്കാം. ഒരു പക്ഷേ നമ്മുടെ ലൂഫിക്ക് പുതുതായിട്ടൊരു ഗിയർ ലഭിച്ചേക്കാം, അല്ലെങ്കിൽ നമ്മുടെ പെയിൻറ്റിങ്ങിലൊക്കെ കണ്ടതുപോലെ തന്നെ നമ്മുടെ നിക്കയുടെ കയ്യിലുണ്ടായിരുന്ന സോഡും ഷീൽഡും ആ 2 വെപ്പൺസ് നമ്മുടെ ലൂഫിക്ക് ലഭിക്കുന്നതായിരിക്കും. ഒരു പക്ഷേ ആ വെപ്പൺസ് നമ്മുടെ ലൂഫി തൻ്റെ ഇമാജിനേഷൻ വെച്ച് മാനിഫെസ്റ്റ് ചെയ്തേക്കാം. ചില തിയറിയിലൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് അത് നമ്മളെ സോറോയും സാൻജിയും ആണെന്ന്. ഇനിയിപ്പോൾ അതെങ്ങനെയായാലും ചിലപ്പോൾ ആ വെപ്പൺസ് ആയിരിക്കും നമ്മളെ ലൂഫിക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിലപ്പോൾ ഇനിയും ഗിയർസ് ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ കിട്ടാൻ ചാൻസുള്ള മെയിനായിട്ടുള്ള പവറപ്പ് നമ്മുടെ ഹാക്കി തന്നെയാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൂഫിയുടെ ഹാക്കി എങ്ങനെയാലും നമ്മുടെ സീരീസ് ഉണ്ടാകുമ്പോഴേക്കും വൺ പീസിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഹാക്കിയായി മാറുക തന്നെ ചെയ്യും. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു പവറപ്പ് ആയിരിക്കും നമ്മുടെ ലൂഫിക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെറ്റ് ചെയ്ത് നോക്കുക. എന്നാലും മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളൂ. മറ്റൊരു സമയത്ത് കാണുന്നവർ ബൈ ബൈ.